ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു കേട്ടോ. ഇന്നാണ് അശ്വതി ഉത്സവം കേട്ടോ. അപ്പം അതിൻ്റെ സന്തോഷം, ഞാൻ അതിന് വേണ്ടിയാണല്ലോ വന്നത്. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുക. അപ്പം നമ്മൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി രാവിലെ ദേവിയുടെ പറയുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ദേവി രാവിലെ വരും. വണ്ടി പോകുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഇത്ര നേരം വണ്ടിയില്ല, ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നിറച്ച് വണ്ടി പോകുന്നു. അപ്പം ദേവി രാവിലെ ഇവിടെ വീട്ടിൽ പറക്കി വരും. വൈകിട്ടാണ് വിളക്കൊക്കെ, ഇവിടെ പോള വിളക്കെന്ന് പറയും. പോള വിളക്കെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ. അപ്പം അതൊക്കെ വെച്ചിട്ട് ദേവി അതിൻ്റെ മുന്നിൽ കളിക്കുകയൊക്കെ ചെയ്യും. അവിടെ അൻപൊലിയൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നെ കണ്ട കുളിച്ച ലക്ഷണമൊന്നുമില്ല അല്ലേ, ഷാമ്പൂ ചെയ്തത്, അതുകൊണ്ട് കുളിച്ച ലക്ഷണമൊന്നുമില്ല, കണ്ണൊന്നും എഴുതിയിട്ടില്ല അതാ. അപ്പോൾ എന്തുവാ, നമ്മൾ ഇവിടെ എല്ലാം ക്ലീനൊക്കെ ചെയ്തു. രാത്രി ഇന്നലെ കസിൻസും ചിറ്റപ്പനും ഒക്കെ കൂടെ വന്നിട്ട് വിളക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ആ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുക്കാം. എന്നുവെച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ വരും, ചേച്ചിയും മക്കളൊക്കെ വരും. പിന്നെന്താ, ഇങ്ങനെ ഇരിക്കുന്ന പോളവിളക്കിന് നമുക്ക് എന്താ ഇപ്പം പറ വരുമല്ലോ. ഇപ്പോൾ പറ വരുമല്ലോ, പറയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഴയിലയൊക്കെ വെട്ടി എടുക്കണം. ഇവിടെ പറയ്ക്ക് അങ്ങനെ കളിപ്പീരൊന്നുമില്ല, ജസ്റ്റ് വന്ന് ഇരിക്കും. ജസ്റ്റ് വന്നൊന്ന് ദേവി ഇരുന്നിട്ട് അപ്പം തന്നെ പോകും കേട്ടോ. തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ കളിപ്പീരൊന്നും ഇവിടുത്തെ പറക്കില്ല. അൻപലിക്ക് കുറച്ച് നേരം കളിപ്പിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പോളവിളക്ക് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതേ പോള കെട്ടണം. പോളയെല്ലാം കെട്ടിയിട്ട് ഫുള്ള് എന്താ തിരിയിട്ട് കത്തിക്കുക. അതൊക്കെ നൈറ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് പോളയെല്ലാം കെട്ടി, ഇനി ഇതേലും പോളയെല്ലാം കെട്ടി രാത്രിയിൽ സെറ്റാക്കും. ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുക. ഇനി നമുക്ക് പോയിട്ട് വാഴയിലെല്ലാം വെട്ടി കൊണ്ടുവരാം കേട്ടോ. നിങ്ങളെന്താ യൂണിഫോമിലാണോ? അവിടെയൊക്കെ പൊന്ന അല്ല, ഇങ്ങ വാ കുഞ്ചൂര. ഓ, അങ്ങ് ഉറങ്ങി വീഴുക കോശി വായിക്കോട്ടയം കൊണ്ട്. ഞങ്ങളുടെ കോച്ചി കേശു, കോച്ചു പെണ്ണേ പോടാ. ഞാൻ ആരാ? കുഞ്ചു. എന്നിട്ട് എന്താ എന്നോട് ഇത്രയും ദിവസം മിണ്ടാഞ്ഞ് കള്ളപ്പെണ്ണേ? ഞങ്ങൾ ബോൾ കളിക്കുന്നു. മാറമ്മേ. മുള്ളുണ്ടേ. അതായത് ഈ ചേട്ടായിരിക്കും കുഞ്ഞ് മോൻ. ഇങ്ങി പോര് ചിറ്റപ്പൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങി പോരാണ്. ലീലാമ്മൂമ്മ അടുത്ത് പോയി നിൽക്കേ. എന്താ അത് മേത്ത് മുട്ടും. കുളിക്കാൻ അവിടെ ചെരുപ്പ് കിടപ്പുണ്ടാകും, തട്ടി വീഴും.
ഇതാട്ടോ വിളക്ക്. ഇത് ഇനി ഇതേൽ പോള കെട്ടും വാഴേൻ്റെ. എന്നിട്ട് ഫുള്ള് രാത്രിയാകുമ്പോൾ ഫുള്ള് നമ്മൾ ഇതിൽ വിളക്ക് കത്തിക്കും. എന്നിട്ട് ദേവീൻ്റെ ഫ്രണ്ടിൽ അൻപൊലിയൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിൽ കെട്ടിയത് ഇത്രയാക്കി വെച്ചു. വാണിച്ചേച്ചിയും ദേവൻ ചേട്ടനും വണ്ടി വരുന്നുണ്ട്. ബാ ബാ ശ്രേയസേ, പെതൊക്കെ വണ്ടി വരുന്നു. കുഞ്ഞ് ചാടിൻ്റെ അവിടെ കുഞ്ഞിരിക്കുന്നു. എന്തോ പ്ലാസ്റ്റിക് എടുക്കാനോ? ആ വെച്ചേക്കാം. ആർപ്പ വിളി ഇങ്ങനെ വിളിക്കുന്നേ? കേബിളാന്ന് തോന്നുന്നു. എന്താ പാടി? രണ്ടുപേരെ ഉണ്ട്. പൂവില് പയർത്ത് പായിലൊന്നുമില്ലല്ലോ കുഞ്ഞ്. ചൂടുണ്ട്, കേറിനത്തില്ലല്ലോ. രണ്ട് ചെരുപ്പെടുത്തിട്ടേ ചൂട്. അങ്ങോട്ട് രണ്ട് ഇവിടെ അടുത്ത് ഇവിടെ വാണി ചെരുപ്പ്. അപ്പൂപ്പൻ ഇങ്ങനത്തെ ചിറ്റപ്പൻ. ചേട്ടൻ ദേവൻ ചേട്ടൻ ബേബീഷ് ചേട്ടനെ പിടിച്ചേക്കോ. ചേട്ടന് ഷെയ്ക്കാൻഡ് കൊടുത്തതാ. ശ്രേയസൂടെ കൊടുക്കും. എടുക്കണം. ഓ ചേച്ചി ചേച്ചി അത്ര ഇല്ല. വരുന്നുണ്ട് കെട്ടിപ്പിടിക്കേ. അവൻ കെട്ടിപ്പിടിച്ചു. ഇനി മോനെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെയാണോ കെട്ടിപ്പിടിക്കുന്നത്? നാണോ കണ്ട് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറ്റും? ദേവനെ മൂന്നില വേണ്ട, ചങ്ങടിയൊന്നും കൊഞ്ചുമാങ്ങ, പിന്നെന്താണ് അവിയൽ, മാങ്ങാപ്പുളിശ്ശേരി. കഴിച്ചോ എല്ലാവരും? അമ്മൂമ്മയ്ക്ക് ഇതൊക്കെ കണ്ട് ഇപ്പോൾ പരിചയം. നമ്മൾ എന്തിനുള്ള പൂവാടി പറയുന്നത്? താലപ്പൊലിക്ക് അറിയത്തില്ല എന്തിനാ വീഡിയോ എടുക്കുമ്പോ ഇല്ലേ ഇടയ്ക്ക് വെച്ചെന്തിനാ അപ്പം അവിടെ പാട്ടിരുന്നേ എന്തെങ്കിലും ആരെങ്കിലും വല്ല പന്നലും എല്ലാം പറയാൻ എനിക്ക് പറ്റുന്നത്. കട്ട് ചെയ്ത് ഇതാരാന്ന് പറഞ്ഞു കൊടുക്കും. നീ ആരാ? ഞാൻ ദേവൻ. ചരിച്ചെടുക്ക്. ഞാൻ ദേവൻ. ദേവൻ എന്റെ ആരാ? എന്റെ ചേച്ചിയുടെ ചേച്ചിയുടെ മോൻ. തെറ്റി കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ അമ്മ അതൊക്കെ ചെയ്ത് തെറ്റി. പിന്നെന്തുവാ മുല്ലപ്പൂ അതല്ലേ പറ്റുന്ന
ദേവം കുളിച്ച ദേവം കത്തിക്കുന്ന ദേവിയെ വിചാരിച്ചു വീടിയോ അരകാതെ നിൽക്കുന്നത്. അമ്മൂമ്മയും കൊച്ചു മുത്തശ്ശിയും കൊച്ചു മക്കള്. ആ ഒരു കൊച്ചു മോനെ. ഇപ്പൊ ഒത്തിരി പോയോ ഇതിൽ നോക്കുമ്പോഴേ ആ കണിക്കൊന്ന് നടക്കുന്നുണ്ട്, കോല തൂക്കിയിട്ടേക്കുന്നുണ്ട്. എനിക്ക് വേണ്ടേ അടുത്ത ഓരോന്ന് അടുത്ത അമൽ ചേച്ചി ഇട്ടോ. നീലമ്മയും കൂടെ വിളിച്ചേ. ആ ഇനി പണിയുണ്ട്. അമ്മ ഇങ്ങനെ ആ സൈഡിലോ എല്ലാരും ജസ്റ്റ്
എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. കുംഭഭരണി എന്ന് പറഞ്ഞാൽ ചെട്ടുളങ്ങരമ്മയുടെ പിറന്നാൾ. ഇത് മീനത്തിലെ ഭരണി അല്ലെങ്കിൽ തലേദിവസം അശ്വതി നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ മീനഭരണി എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരമ്മയുടെ പിറന്നാൾ. അപ്പോൾ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്നത് ചെട്ടുളങ്ങരമ്മയുടെയൊക്കെ അമ്മയായിട്ടുള്ള സങ്കല്പം കേട്ടോ. അപ്പോൾ ചെട്ടുളങ്ങരമ്മ സ്വന്തം അമ്മയായ കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോവുക കേട്ടോ. കൊടുങ്ങല്ലൂരേക്ക് യാത്ര പോവുക, അതാണ് കേട്ടോ ചടങ്ങ്. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നപ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുതിരകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. കുതിരയും തേരും ഒക്കെ ഉണ്ട്. അത് ഓരോ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതിപ്പം ചെട്ടുളങ്ങരക്കാരൊന്നും അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാം. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഈ വട്ടം നേരത്തെ ദേവി പോയി. 5 മണി കഴിഞ്ഞപ്പോൾ 5:20 ദേവി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെന്നപ്പം യാത്ര ചോദിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ദേവി യാത്ര ചോദിച്ചിട്ട് ദേവി വടക്ക് ഭാഗത്തേക്ക് ഓടിപ്പോവുകയും അതുപോലെ തിരുമേനി അവിടെ ജീവിതം കൊണ്ട് തന്നെ താഴേക്ക് ഇങ്ങനെ വീഴാൻ പോവുകയും ബോധം കെടുകയും ചെയ്യും കേട്ടോ. അപ്പം പടക്കം പൊട്ടും, അതാണ് ഐതിഹ്യം. അപ്പോൾ എനിക്ക് ഒരു സൈഡിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ യാത്ര ചോദിച്ചതിന് അന്നത്തെ ദിവസം ദേവി അമ്പലത്തിൽ കാണത്തില്ല, കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയെന്നാണ് വിശ്വാസം. പിന്നെ പിറ്റേ ദിവസം കാർത്തികയ്ക്ക് ദേവി വരികയും വെളുപ്പിനെ വരും. അന്ന് ദേവിയുടെ ആഭരണങ്ങളെല്ലാം ഇട്ടിട്ടുള്ള ദർശനമായിരിക്കും പിറ്റേ ദിവസം കാർത്തികയുടെ അന്ന്.